ഇനി വരാൻ പോകുന്ന PSC UPSC എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള കത്ത് നിൽക്കുന്ന ഒരു കറണ്ട് അഫെയർ ആണ്. ഇതാ പിടിച്ചോ. 130ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ. ശ്രദ്ധിക്കുക, ആക്ട് അല്ല, ബില്ലാണ്. ബില്ലിന്റെ രൂപത്തിലാണ് ഇപ്പൊ നിലവിലുള്ളത്. പാർലമെന്റ് പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുകൊണ്ടിട്ടതിനു ശേഷം മാത്രമേ ഈ ബിൽ ആക്ട് ആവുകയുള്ളൂ. പക്ഷെ ഇത് പാസ്സാവാനുള്ള സാധ്യത എക്സ്ട്രീംലി ഹൈ ആണ്. അതുകൊണ്ട് തന്നെ കരട് രൂപത്തിൽ ബില്ലിന്റെ ഈ അവസ്ഥ വെച്ചുകൊണ്ട് തന്നെ എക്സാമിന് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്, ഭരണഘടനാ ഭേദഗതി. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിന്റെ ആർട്ടിക്കിൾ ഏതാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേ. അമെൻമെന്റിനെ പറ്റി വിശാലമായ ക്ലാസ് നമ്മുടെ യൂട്യൂബിൽ തന്നെയുണ്ട്. അത് മാത്രം കണ്ടാൽ മതി, നിങ്ങൾക്ക് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ എല്ലാം കിട്ടും. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, എന്താണ് 130ാമത്തെ ഭരണഘടനാ ഭേദഗതി ബിൽ? നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ കാർന്നു തിന്നുന്ന ക്യാൻസർ ആണ് കറപ്ഷൻ, അഴിമതി എന്ന് പറയുന്നത്. ഇതിനെ തടയിടാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ബില്ലാണത്. ചുരുക്കി പറഞ്ഞാല് ഒരു പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, ചീഫ് മിനിസ്റ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുമുള്ള മറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഇവരെ ആരെങ്കിലും 30 ദിവസത്തിൽ കൂടുതൽ അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ആ അറസ്റ്റ് ചെയ്ത കേസ് എന്ന് പറയുന്നത് 5 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള കേസാണെങ്കിൽ ഇവർ അവരുടെ സ്ഥാനത്ത് നിന്നും ഒഴിയണം. ഇതാണ് ഈ ബില്ലിന്റെ ഒരു ബ്യൂട്ടി. സാധാരണഗതിയിൽ ഒരു കറപ്ഷൻ ചാർജ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വലിയൊരു ക്രൈമിൽ ഒരാളെ ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അകപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് രാജിവെക്കേണ്ട കാര്യമില്ല. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിനകത്ത് ചില കാര്യങ്ങൾ പറയുന്നത് നമ്മൾ തൽക്കാലം അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇവര് മാസങ്ങളോളം ജയിലിൽ നടക്കും. അപ്പൊ ഇവിടുത്തെ ഫംഗ്ഷനിങ് അവരുടെ മന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലുള്ള അവരുടെ ഫംഗ്ഷനിങ് തടസ്സപ്പെടുകയും പൊളിറ്റിക്കൽ സിസ്റ്റം തകരുകയും ചെയ്യും, കറപ്ഷൻ വളരുകയും ചെയ്യും. പക്ഷേ പുതിയ നിയമത്തിന് അണ്ടറിൽ അതിപ്പം പ്രധാനമന്ത്രി ആണെങ്കിൽ പോലും ഒരു 5 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള കേസാണ്, ഒരു 30 ദിവസത്തിൽ കൂടുതൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെച്ചേ പറ്റൂ. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. ഒരാൾക്കെതിരെയുള്ള കുറ്റം തെളിയിക്കുന്നവരെ അയാൾ നിരപരാധിയാണ് എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കുറ്റം തെളിയിക്കണമെന്ന് പോലും ഇല്ല. പക്ഷെ 30 ദിവസം പോലീസ് കസ്റ്റഡിയിൽ 30 ദിവസം ഡീറ്റെയിൻഡ് ആവുകയാണെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടി വരാം. സോ ഈ നിയമത്തിന് ഗുണവും ഉണ്ട്, ദോഷവും ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് കമന്റ് ചെയ്യുക. ഈ ഭരണഘടനാ ബില്ലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നോ അതോ റിജക്ട് ചെയ്യുന്നോ? ഇതുപോലെ എക്സാംസിന്റെ പൾസ് അറിഞ്ഞ് അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കാനായി ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസിലേക്ക് വരാം. സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസും ഡെമോ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കും.